ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ മകൾ കീ ജൂയെ പിൻഗാമിയായി തിരഞ്ഞെടുത്തുവെന്ന് റിപ്പോർട്ട്. അയൽരാജ്യമായ ദക്ഷിണ കൊറിയയുടെ നാഷണൽ ഇന്റലിജൻസ് സർവീസിന്റേതാണ് വിലയിരുത്തൽ. ഏകദേശം 13 മുതൽ 15 വയസ്സാണ് ജൂമയ്ക്ക് കരുതുന്നത്. ഇപ്പോൾ പൊതുപരിപാടികളിലും മിസൈൽ പരിശോധനകളിലും കിമ്മിനൊപ്പം ജൂവും ഉണ്ടാകാറുണ്ട്. ഇത് രാജ്യത്തിന്റെ ഭാവി ഭരണാധികാരിയെ വാർത്തെടുക്കാനുള്ള പരിശീലനമാണെന്നും ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു. ഈ മാസം അവസാനം നടക്കുന്ന വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ സമ്മേളനത്തിൽ ജൂ പങ്കെടുക്കുമെന്നും കിം പിൻഗാമിയായി പ്രഖ്യാപിച്ചേക്കുമെന്നുമാണ് സൂചന. പിൻഗാമിയായി ജൂയെ എത്തിയേക്കുമെന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അഭ്യൂഹം നിലവിലുണ്ട്. കിം കുടുംബ രാജവംശത്തിന്റെ 4ാം തലമുറയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള സാധ്യത ഈ മാസം അവസാനം ഉത്തര കൊറിയയിൽ നടക്കുന്ന ഒരു പ്രധാന വർക്കേഴ്സ് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഇന്റലിജൻസ് ഏജൻസിയുടെ വിലയിരുത്തൽ വന്നിട്ടുണ്ട്. അടുത്ത 5 വർഷത്തേക്കുള്ള പ്രധാന നയലക്ഷ്യങ്ങൾ കിം രൂപപ്പെടുത്തുകയും അധികാരത്തിലുള്ള തന്റെ പിടി കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരാനിരിക്കുന്ന വർക്കേഴ്സ് പാർട്ടി കോൺഗ്രസിൽ ആയിരക്കണക്കിന് പ്രതിനിധികൾക്ക് മുന്നിൽ അച്ഛനൊപ്പം മകളും അധികാരത്തിന്റെ അരങ്ങേറ്റം നടത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് നടന്ന രഹസ്യയോഗത്തിൽ പങ്കെടുത്ത നിയമസഭാംഗം ലീ സിയോങ് ക്യൂൺ പറഞ്ഞതായാണ് പുറത്തുവരുന്ന വിവരം. കിം ജൂയെ തന്റെ അച്ഛനൊപ്പം നിരവധി പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. 2022 നവംബറിൽ നടന്ന ഒരു ദീർഘദൂര മിസൈൽ പരീക്ഷണത്തിൽ ആദ്യമായി പൊതുജനങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട കിം ജൂയെ അതിനുശേഷം ആയുധ പരീക്ഷണങ്ങൾ, സൈനിക പരേഡുകൾ, ഫാക്ടറി തുറക്കൽ എന്നിവയുൾപ്പെടെ വർദ്ധിച്ചുവരുന്ന പരിപാടികളിൽ പിതാവിനൊപ്പം പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ 2ാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച 6 വർഷത്തിനിടെ കിം ചൈനീസ് നേതാവ് ഷീ ജിൻപിങ്ങുമായുള്ള ആദ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തോടൊപ്പം ബീജിംഗിലേക്ക് പോവുകയും ചെയ്തു. കഴിഞ്ഞ മാസം തന്റെ മാതാപിതാക്കളോടൊപ്പം പോങ്യാങ്ങിലെ സൂര്യന്റെ കുമസ്വാൻ കൊട്ടാരം സന്ദർശിച്ചപ്പോൾ അവരുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ശക്തമായി തുടങ്ങിയതാണ്. രാജ്യത്തിന്റെ ആദ്യ 2ാം തലമുറ നേതാക്കളായ പരേതനായ മുത്തച്ഛന്റെയും മുതുമുത്തച്ഛന്റെയും എംപാം ചെയ്ത മൃതദേഹങ്ങൾ പ്രദർശിപ്പിച്ചിരുന്ന ഒരു വിശുദ്ധ കുടുംബ ശവകുടീരമാണിത്. 42 വയസ്സുള്ള തന്റെ പിതാവിന്റെ അവകാശിയാകാൻ അവർ സ്ഥാനമേറ്റെടുത്തതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയായിട്ടാണ് ചില വിദഗ്ധർ ഈ സന്ദർശനത്തെ കണ്ടത്. ദക്ഷിണ കൊറിയൻ ഉദ്യോഗസ്ഥർ തുടക്കത്തിൽ അവരെ ഒരു ഉത്തര കൊറിയൻ നേതാവായി തിരഞ്ഞെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു. രാജ്യത്തിന്റെ ആഴത്തിലുള്ള യാഥാസ്ഥിതിക സംസ്കാരവും പുരുഷാധിപത്യ നേതൃത്വത്തിന്റെ പാരമ്പര്യവും ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാന മാധ്യമങ്ങളിൽ അവരുടെ വർദ്ധിച്ചുവരുന്ന പ്രധാന സാന്നിധ്യം ഒരു പുനർമൂല്യനിർണ്ണയത്തിന് കാരണമായി. സെപ്റ്റംബറിൽ കിം ജൂയുടെ പദവിയെക്കുറിച്ചുള്ള മുൻ വിലയിരുത്തലിൽ NIS നിയമനിർമ്മാതാക്കളോട് പറഞ്ഞത് കിം ജോങ് ഉന്നിന്റെ ചൈനയിലേക്കുള്ള യാത്രയിൽ അവരെ കൂടെ കൊണ്ടുപോകാനുള്ള തീരുമാനം ഒരുപക്ഷെ അവരുടെ പിൻഗാമിക്ക് വഴിയൊരുക്കുന്ന ഒരു ആഖ്യാനം നിർമ്മിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരിക്കാമെന്നാണ്. ഉന്നത സൈനിക പരിപാടികളിൽ അവരുടെ വർദ്ധിച്ചുവരുന്ന സാന്നിധ്യം, കുംസാനിലേക്കുള്ള കുടുംബ സന്ദർശനത്തിൽ അവരുടെ ഉൾപ്പെടുത്തൽ, ചില നയപരമായ കാര്യങ്ങളിൽ കിം ജോങ് ഉൻ അവരുടെ അഭിപ്രായം തേടാൻ തുടങ്ങിയതിന്റെ സൂചനകൾ എന്നിവ ചില സാഹചര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അതേസമയം കിമ്മിനെ പറ്റി ഇന്നും വളരെ പരിമിതമായ അറിവേ ലോകത്തിനുള്ളൂ. കിം ജോങ് ഉൻ 2011 മരണമടഞ്ഞ പിന്നാലെയാണ് മകനായ കിം ജോങ് ഉൻ വർക്കേഴ്സ് പാർട്ടിയുടെയും രാജ്യത്തിന്റെയും സൈന്യത്തിന്റെയും ഏകാധിപതിയായി നിയമിക്കപ്പെട്ടത്. ഉത്തര കൊറിയയുടെ പിതാവെന്നറിയപ്പെടുന്ന കിം ഇൽ സൂങ് കിം ജോങ് ഉന്നിന്റെ മുത്തച്ഛനാണ്. ജൂവിനെ കൂടാതെ ഒരു മകനും മകളും കൂടി കിമ്മിനുണ്ടെന്ന അഭ്യൂഹമുണ്ട്. ജൂയെ കിമ്മിന്റെ 2ാമത്തെ കുട്ടിയാണെന്നാണ് സൂചന. 2013 അമേരിക്കൻ മുൻ ബാസ്കറ്റ്ബോൾ താരം ഡെന്നീസ് റോഡ്മാൻ ഉത്തര കൊറിയ സന്ദർശിച്ചതിന് പിന്നാലെയാണ് കിമ്മിന് ജൂവെ എന്നൊരു മകളുണ്ടെന്ന് പുറം ലോകം അറിഞ്ഞത്. ജൂവിന്റെ പേര് പോലും ഉത്തര കൊറിയ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. തന്റെ മകളുടെ പേര് രാജ്യത്ത് മറ്റാർക്കും പാടില്ല എന്ന വിചിത്ര ഉത്തരവ് കിം പുറപ്പെടുപ്പിച്ചിരുന്നതായും പറയപ്പെടുന്നു. കിം രോഗബാധിതനാണെന്നും അതിനാണ് വലിയ തോതിൽ പൊതുവിടങ്ങളിൽ കാണാത്തത് എന്നുള്ള വാദങ്ങൾ വീണ്ടും ശക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് മകളെ പിൻഗാമിയായി അതിവേഗത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നും ദക്ഷിണ കൊറിയൻ ഏജൻസികൾ പറയുന്നു. പുതുവർഷാഘോഷത്തിനിടെ എല്ലാവരും നോക്കി നിൽക്കെ കിം ജു പിതാവ് കിം ജോങ് ഉന്നിനെ ചുംബിച്ചതും വൻ വിവാദമായിരുന്നു. അച്ഛനും മകളുമായുള്ള സ്നേഹപ്രകടനം എന്നതിനപ്പുറത്തേക്ക് വിചിത്രമെന്നായിരുന്നു ജാപ്പനീസ് മാധ്യമങ്ങളടക്കം ആ സംഭവത്തെ വിശേഷിപ്പിച്ചത്. സാധാരണ കണ്ടുവരുന്ന അച്ഛൻ മകൾ ബന്ധത്തിൽ നിന്ന് വ്യത്യസ്തമാണിതെന്നും മാധ്യമങ്ങൾ എഴുതി. മകൾ സ്നേഹത്തോടെ ചുംബിക്കുമ്പോൾ ചിരിച്ച് സന്തോഷവാനായിരുന്ന കിമ്മിന്റെ ചിത്രം ക്യാമറ കണ്ണുകൾ ഒൽപ്പിയെടുത്തു. 2024 ഹോട്ടൽ ഉദ്ഘാടന ചടങ്ങിൽ കിമ്മും മകളും എത്തിയത് ദമ്പതികളെ പോലെയാണെന്നായിരുന്നു ഡെയിലി ഇൻകേജ് ജപ്പാൻ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇത്തരം വ്യാഖ്യാനങ്ങൾ അറപ്പുളവാക്കുന്നത് എന്നായിരുന്നു ഉത്തര കൊറിയയുടെ പ്രതികരണം. എന്നാൽ പാശ്ചാത്യ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത് പോലെ ക്രൂരനായ ഏകാധിപതി ഒന്നുമല്ല കിമ്മെന്നും കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുന്ന വാത്സല്യനിധിയായ പിതാവാണെന്ന ഇമേജ് കെട്ടിപ്പടുക്കാനാകും ഒരുപക്ഷെ ഈ സ്നേഹപ്രകടനങ്ങളെന്ന് വിലയിരുത്തുന്നവരും കുറവല്ല. അതേസമയം കിം പൂർണ്ണ ആരോഗ്യവാനാണെന്നും പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നുമാണ് ഉത്തര കൊറിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. പൊതുവിടങ്ങളിലെ ജൂവിന്റെ പ്രത്യക്ഷപ്പെടലുകളിൽ അമ്പരക്കാനൊന്നുമില്ല എന്നാണ് ഔദ്യോഗിക വാർത്തകൾ. ഫെബ്രുവരി അവസാന വാരത്തിലാണ് വർക്കേഴ്സ് പാർട്ടിയുടെ 9ാം സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ സമ്മേളനത്തിൽ കിം ജൂവിന്റെ സ്ഥാനാരോഹണത്തിന് പുറമെ സാമ്പത്തിക, വിദേശകാര്യ, പ്രതിരോധ രംഗത്തെ നിർണായക തീരുമാനങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 10 ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള കൂറ്റൻ അന്തർവാഹിനി നിർമ്മിക്കാൻ കിം ജോങ് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ആണവ പോർമുന വഹിക്കാൻ പാകത്തിൽ തയ്യാറാക്കുന്ന ഇത് നിർമ്മാണം പൂർത്തിയായെന്നാണ് കരുതുന്നത്. അതേസമയം
അതേസമയം ഇത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമായോ എന്ന് സ്ഥിരീകരണമില്ലെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.